നമ്മൾ ട്രേഡിങ്ങും ഇൻവെസ്റ്റ്മെന്റും ചെയ്തു തുടങ്ങുമ്പോൾ നമ്മൾ സാധാരണയായിട്ട് ബിസിനസ് ന്യൂസുകൾ അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട ന്യൂസുകൾ കേൾക്കാൻ ശ്രമിക്കും. അപ്പോൾ ആ സമയത്ത് നമ്മളെ ബാധിക്കുന്ന ഏറ്റവും വലിയ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റോക്ക് തിരഞ്ഞെടുക്കുന്നതിലല്ല നമ്മൾ ബുദ്ധിമുട്ടുന്നത്. നമ്മൾ ബുദ്ധിമുട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ന്യൂസുകൾ നമുക്ക് മനസ്സിലാവത്തില്ല എന്താ പറയുന്നത്. അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഉപയോഗിക്കുന്ന സ്റ്റോക്ക് മാർക്കറ്റിൽ ഉപയോഗിക്കുന്ന ചില ഭാഷയുണ്ട്. ഭാഷ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ടേംസ് ഉണ്ട്, ടെർമിനോളജീസ് ഉണ്ട്. ഇതിന്റെ അർത്ഥം നമുക്ക് യഥാർത്ഥത്തിൽ അറിയാൻ വയ്യാത്തതുകൊണ്ടാണ് നമ്മൾ ഈ ന്യൂസ് നമുക്ക് മനസ്സിലാവാതെ പോകുന്നത്. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് സ്റ്റോക്ക് മാർക്കറ്റിലെ ബേസിക് ആയിട്ടുള്ള ടോപ്പ് 10 ടേംസ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇത് മനസ്സിലായി കഴിഞ്ഞാൽ ഇതുവരെ ഒരുപാട് ടേംസുകളുണ്ട്. അപ്പൊ ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് കുറച്ചൊക്കെ ബേസിക് ആയിട്ടുള്ള ന്യൂസുകൾ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ആ 10 ടേംസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. അപ്പോൾ ബുൾ മാർക്കറ്റ്, ബിയർ മാർക്കറ്റ്, മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ, 52 വീക്ക് ഹൈ, വോളറ്റിലിറ്റി, പോർട്ട്ഫോളിയോ, ഇങ്ങനെ പല വാക്കുകൾ നമ്മൾ കേൾക്കും. പക്ഷെ നമുക്ക് ഈ വാക്കുകളുടെ അർത്ഥമൊന്നും എന്താണെന്ന് നേരത്തെ മനസ്സിലാവാത്തത് കൊണ്ടാണ് നമുക്ക് ആ ന്യൂസ് മനസ്സിലാവാത്തതിന് കാരണം. അത് നമ്മൾ ആദ്യം നോക്കുന്നത് പോർട്ട്ഫോളിയോ. പോർട്ട്ഫോളിയോ എന്താണ്? അതായത് നിങ്ങൾ നിങ്ങളുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ ഒരു 5 കമ്പനിയുടെ സ്റ്റോക്കുകളെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുക. ആ 5 കമ്പനികളുടെ ആ ഒരു ഗ്രൂപ്പ് ഉണ്ടല്ലോ, ആ ഗ്രൂപ്പിനെയാണ് പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത്. അതായത് ഒരു കുട്ടിയുടെ പ്രോഗ്രസ് കാർഡ് നോക്കുമ്പോൾ അതിന് ആ പ്രോഗ്രസ് കാർഡിനകത്ത് ഓരോ സബ്ജക്റ്റിനും ഓരോ ലാംഗ്വേജിനും എത്ര മാർക്കുകൾ കിട്ടിയിട്ടുണ്ടെന്ന് നമ്മൾ നോക്കത്തില്ല. അതുപോലെ തന്നെയാണ് നമ്മുടെ പോർട്ട്ഫോളിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ നമ്മൾ ഹോൾഡ് ചെയ്യുന്ന മൊത്തം സ്റ്റോക്കുകളുടെ ആ ഒരു ഗ്രൂപ്പിനെയാണ് നമ്മൾ പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ കേൾക്കുന്നത്, ചില ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടില്ലേ, ഇന്നത്തെ മാർക്കറ്റിൽ എൻ്റെ പോർട്ട്ഫോളിയോ 5% അപ്പായി അല്ലെങ്കിൽ 2% ഡൗൺ ആയി എന്ന് പറഞ്ഞു വെച്ചാൽ ആ ഓവറോൾ ഗ്രൂപ്പ് ഓഫ് സ്റ്റോക്കാണ്, അതിൻ്റെ മൊത്തത്തിലുള്ള പെർഫോമൻസിൻ്റെ ആ പെർസെൻറ്റേജിനെയാണ് നമ്മൾ പോർട്ട്ഫോളിയോയിൽ വ്യത്യാസം ഉണ്ടാവുന്നത് നമ്മൾ പറയുന്നത്. അടുത്ത ടേം ആണ് ബുൾ മാർക്കറ്റ് അല്ലെ ബുള്ളിഷ് മാർക്കറ്റ്. ബുൾ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കാറുണ്ട്, ഇന്ന് ബുള്ളിഷ് ആയിരുന്നു എന്ന് പറയും മാർക്കറ്റ്. അപ്പൊ എന്താണ് ഈ ബുള്ളിഷ് എന്ന് പറഞ്ഞാൽ? ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബുൾ മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ എന്തെങ്കിലും ഒരു പോസിറ്റീവ് ന്യൂസ് വരുന്ന സമയത്തായിരിക്കും കൂടുതൽ ആൾക്കാർ സ്റ്റോക്കുകൾ വാങ്ങിക്കാൻ ആഗ്രഹിക്കും. വാങ്ങിക്കുന്നതിലൂടെ മൊത്തത്തിലുള്ള മാർക്കറ്റ് മുകളിലേക്ക് ഒരു ബുള്ളിഷ് മൊമെന്റം കാണിക്കും, മുകളിലേക്ക് ഒരു മൊമെന്റം കാണിക്കും. അതിനെയാണ്, അപ്പൊ ഈ ഒരു സ്റ്റേജിനെയാണ് നമ്മൾ ബുൾ മാർക്കറ്റ് എന്ന് പറയുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് ഇതിന് ബുൾ മാർക്കറ്റ് എന്ന് പറയുന്നത്? നമുക്കറിയാം, ബുൾ എന്ന് വെച്ചാൽ കാള എന്നാണ്. കാള എങ്ങനെയാണ് ആക്രമിക്കാൻ വരുന്നത്? ഒരാളെ ആക്രമിക്കുക അല്ലെങ്കിൽ മറ്റു ജന്തുക്കളെ ആക്രമിക്കുന്നത് എങ്ങനെയാണ്? ആദ്യം അത് കൊമ്പ് താഴ്ത്തി നമ്മുടെ മുന്നിലേക്ക് ഓടി വരും. ഓടി വന്നതിന് ശേഷം നമ്മളെ അതിനെ കൊമ്പിനകത്ത് കയറ്റിയതിന് ശേഷം അത് മുകളിലോട്ട് കുടയുന്നതിൽ എന്താണ്, മുകളിലോട്ട് തെറിച്ച് ഉയർന്നു പോവുകയാണ്. അങ്ങനെ ഉയർന്നു പോകുന്ന ആ ഒരു കൺസെപ്റ്റ് അനുസരിച്ചാണ് ഇതിന് ബുൾ മാർക്കറ്റ് എന്ന് പറയുന്നത്. അടുത്തതാണ് ബിയർ മാർക്കറ്റ് അല്ലെ ബിയറിഷ് മാർക്കറ്റ്. ബിയർ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, സ്വാഭാവികമായിട്ടും ഇത് ബുൾ മാർക്കറ്റിന് ഓപ്പോസിറ്റ് ആയിരിക്കും. എന്തെങ്കിലും ഒരു നെഗറ്റീവ് ന്യൂസോ അല്ലെങ്കിൽ ഡേറ്റയോ കാരണം മാർക്കറ്റിൽ ഒരു വീഴ്ച ഉണ്ടാവുന്നു, ഇടിവുണ്ടാവുന്നു. ഈ അങ്ങനെയുള്ള സമയത്ത് ഒരുമാതിരിപ്പെട്ട എല്ലാ സ്റ്റോക്കിലും ഇൻവെസ്റ്റേഴ്സിന്റെ ആത്മവിശ്വാസം കുറയുകയും അവർ വിറ്റൊഴിഞ്ഞ് പോകാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഓവറോൾ ഒരു ഇടിവുണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സ്റ്റേജിനെയാണ് നമ്മൾ ബിയർ മാർക്കറ്റ് അല്ലെങ്കിൽ ബിയറിഷ് മാർക്കറ്റ് എന്ന് പറയുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് ബിയറിഷ് മാർക്കറ്റ് എന്ന് പറയുന്നത്? ബിയർ എന്ന് വെച്ചാൽ നമുക്കറിയാം, അത് കരടി എന്നാണ് അർത്ഥം. കരടി എങ്ങനെയാണ് ആക്രമിക്കുന്നത്? കരടി ഇങ്ങോട്ട് വന്നിട്ട് അതിന്റെ ശത്രുവിനെ കണ്ടു കഴിഞ്ഞാൽ അതിന്റെ തലയ്ക്ക് അടിച്ച് തകർത്തങ്ങ് താഴ്ത്തുവാണ്. അങ്ങനെ താഴ്ത്തുന്നത് കൊണ്ടാണ് നമ്മൾ മാർക്കറ്റിലും ഇടിവുണ്ടാകുമ്പോൾ അതിനെ ബിയറിഷ് മാർക്കറ്റ് അല്ലെ ബിയർ മാർക്കറ്റ് എന്ന് പറയുന്നത്. അടുത്താണ് വൊളാറ്റിലിറ്റി. ഇത് വളരെ കോമൺ ആയിട്ട് ആൾക്കാർ പറയുന്ന ഒരു വാക്കാണ്. ഇന്ന് മാർക്കറ്റ് വളരെ വൊളറ്റൈൽ ആയിരുന്നു, അല്ലെ സ്റ്റോക്ക് മാർക്കറ്റിൽ വൊളറ്റിലിറ്റി കൂടുതലാണ്, ക്രിപ്റ്റോ മാർക്കറ്റിൽ വൊളറ്റിലിറ്റി കൂടുതലാണ്, ഇങ്ങനെ നമ്മൾ സ്ഥിരം കേൾക്കാറുള്ളതാണ്. അപ്പൊ എന്താണ് വൊളറ്റൈലിറ്റി എന്ന് പറഞ്ഞാൽ? വൊളറ്റൈലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഒരു സ്റ്റോക്കിന്റെ വില 8% മുകളിലോട്ട് കയറി ഇന്ന്, എന്നിട്ട് നാളെ അത് നേരെ 10% താഴോട്ട് വന്നു. അടുത്ത 3-ാമത്തെ ദിവസം വീണ്ടും അത് മുകളിലോട്ട് കയറുന്നു, അതുപോലെ താഴോട്ട് കയറുന്നു. അപ്പൊ ഇത് ഒരു സ്ഥിരതയില്ല, ഒരു ആവറേജിനകത്ത് കീപ്പ് ചെയ്യുന്നില്ല. അത് മുകളിലോട്ട് എത്ര പോകും താഴോട്ട് എത്ര പോകും എന്ന് സാധാരണ നിലയിൽ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ ഒരു ലെവലിനെ വെച്ച് നമുക്കതിനെ അനുമാനിക്കാൻ കഴിയുന്നില്ല. ഇങ്ങനെയുള്ള ഒരു സ്റ്റേജിനെയാണ് നമ്മൾ വൊളറ്റിലിറ്റി എന്ന് പറയുന്നത്. വൊളറ്റിലിറ്റി കൂടുതലാണെന്ന് പറയുന്നത്. അപ്പോൾ ബേസിക്കായിട്ട് എന്താണ് വൊളറ്റിലിറ്റി കൂടുതലുണ്ടെന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം നമുക്ക് അവിടെ റിസ്ക്കും കൂടുതലാണെന്നുള്ളതാണ്. അപ്പോൾ റിസ്ക് കൂടുതലാണെങ്കിൽ സ്വാഭാവികമായിട്ടും സ്റ്റോക്ക് മാർക്കറ്റിന്റെ ഭാഷയിൽ അവിടെ റിവാർഡും കൂടുതലായിരിക്കും. ഒരു തുടക്കക്കാരൻ എപ്പോഴും വൊളറ്റിലിറ്റി കുറവുള്ള സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അടുത്താണ് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ. മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കമ്പനിയുടെ മൊത്തത്തിലുള്ള വിപണി മൂല്യത്തിനെയാണ് നമ്മൾ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുന്നത്. അത് ലളിതമായി പറയുവാണെന്നുണ്ടെങ്കിൽ കമ്പനി എത്ര വലുതാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ നോക്കിയാൽ മതി. ഉദാഹരണത്തിന് ഒരു കമ്പനിയിൽ മൊത്തം 100 കോടി ഷെയറുകൾ ഉണ്ടെന്ന് വിചാരിക്കുക. അതുപോലെ തന്നെ ഒരു ഷെയറിന്റെ വില 100 രൂപയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ആ കമ്പനിയുടെ മൊത്തം മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുന്നത് 10,000 കോടി രൂപയാണ്. അപ്പൊ നമ്മൾ ഒരു കമ്പനി എത്ര വലുതാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ അതിന്റെ നമ്മൾ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ നോക്കിയാൽ മതി.
ഷെയറിന്റെ പ്രൈസ് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും കമ്പനിയുടെ സൈസിനെ മനസ്സിലാക്കാൻ പറ്റത്തില്ല. അതിന് പകരം നമ്മൾ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ആണ് നോക്കേണ്ടത്. അടുത്തതാണ് ലാർജ് ക്യാപ്പ്, മിഡ് ക്യാപ്പ്, സ്മോൾ ക്യാപ്പ്. ഇങ്ങനെ 3 ടേം ഒരുമിച്ച് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഇതെന്താണെന്ന് നോക്കാം. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഒരു കമ്പനി ലാർജ് ക്യാപ്പ് ആണോ അല്ലെങ്കിൽ മിഡ് ക്യാപ്പിൽ വരുന്നതാണോ അല്ലെങ്കിൽ സ്മോൾ ക്യാപ്പ് ആണോ എന്ന് നമ്മൾ പറയുന്നത്. സാധാരണയായിട്ട് ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു കമ്പനിയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ 20,000 crore മുകളിലാണെന്നുണ്ടെങ്കിൽ നമ്മളെ സാധാരണയായിട്ട് അതിന് ലാർജ് ക്യാപ്പ് എന്ന് പറയും. ലാർജ് ക്യാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ അത് സാമ്പത്തികമായിട്ട് വളരെ സ്ട്രോങ് ആയിട്ടുള്ള കമ്പനികളായിരിക്കും. അതുപോലെ തന്നെ 5,000 കോടിയും 20,000 കോടിയും ഇടയ്ക്കുള്ള കമ്പനികളുണ്ട്, മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഉള്ള കമ്പനികളുണ്ട്. ആ കമ്പനികളാണ് നമ്മൾ മിഡ് ക്യാപ്പ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 5,000 കോടിയിൽ താഴെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഉള്ള കമ്പനികൾ നമ്മൾ സ്മോൾ ക്യാപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ സ്മോൾ ക്യാപ്പും മിഡ് ക്യാപ്പ് എന്ന് പറഞ്ഞാൽ അവിടെ റിസ്ക് കൂടുതലായിരിക്കും. കാരണം വോളറ്റിലിറ്റി കൂടാനുള്ള സാധ്യതയുണ്ട്, റിസ്ക് കൂടാനുള്ള സാധ്യതയുണ്ട്. ലാർജ് ക്യാപ്പിലെപ്പോഴും റിസ്ക് കുറവായിരിക്കും, അതുപോലെ തന്നെ റിട്ടേണും വളരെ കുറവായിരിക്കും. അടുത്തതാണ് ബ്ലൂ ചിപ്പ് കമ്പനികൾ. സാധാരണ ആൾക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ട്, എന്റെ പോർട്ട്ഫോളിയോയിൽ മൊത്തം ഞാൻ ബ്ലൂ ചിപ്പ് കമ്പനികളെ വെക്കാറുണ്ട്, ബ്ലൂ ചിപ്പ് സ്റ്റോക്കുകളെ വെക്കാറുണ്ട്. അപ്പോൾ ബ്ലൂ ചിപ്പ് സ്റ്റോക്ക് എന്ന് പറയുമ്പോൾ തുടക്കക്കാർക്കൊന്നും ബ്ലൂ ചിപ്പ് എന്ന് പറയുമ്പോൾ ഇത് ചിപ്പ് നിർമ്മിക്കുന്ന ഏതെങ്കിലും കമ്പനികൾ IT സെക്ടറുമായിട്ട് ബന്ധപ്പെട്ടാണെന്നൊക്കെ തെറ്റിദ്ധരിക്കാറുണ്ട് ആൾക്കാർ. എന്നാൽ ബ്ലൂ ചിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ചിപ്പ് നിർമ്മിക്കുന്ന കമ്പനികളൊന്നുമല്ല. ബ്ലൂ ചിപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കാലങ്ങളായിട്ട് പ്രോഫിറ്റബിൾ ആയിട്ടുള്ള കമ്പനികൾ, ലാർജ് ക്യാപ്പ് ആയിട്ടുള്ള കമ്പനികൾ, സാമ്പത്തികമായിട്ട് സ്ഥിരത ഉള്ള കമ്പനികൾ, ഈ കമ്പനികളെയാണ് നമ്മൾ സാധാരണയായിട്ട് ബ്ലൂ ചിപ്സ് കമ്പനികളെന്ന് വിളിക്കുന്നത്. ഇന്ത്യയിൽ ഹെവി സ്റ്റോക്ക് ആയിട്ടുള്ള നിഫ്റ്റി 50-ലെ 50 കമ്പനികളെല്ലാം ബ്ലൂ ചിപ്സിനകത്ത് വരുന്നതാണ്. അതുകൊണ്ടാണ് ആൾക്കാർ പറയുന്നത് നമ്മൾ റിസ്ക് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ എപ്പോഴും നിഫ്റ്റി 50-ലുള്ള ടോപ്പ് കമ്പനികൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ റിസ്ക് വളരെ കുറവായിരിക്കും എന്ന് പറയുന്നത്. അടുത്തതാണ് സെക്ടേഴ്സ് അല്ലെങ്കിൽ സെക്ടർ. അപ്പോൾ സെക്ടർ എന്താണെന്ന് നോക്കാം. ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരുപാട് കമ്പനികൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓരോ കമ്പനിയും ചെയ്യുന്ന ബിസിനസ് പലതരത്തിലുള്ളതാണ്. അപ്പോൾ പലതരത്തിലുള്ള ബിസിനസ് ചെയ്യുന്ന കമ്പനികളാണ് ഇവിടെ ഉള്ളത്. അപ്പം ഒരേ തരത്തിലുള്ള ബിസിനസ് ചെയ്യുന്ന കമ്പനികളെ എല്ലാം കൂടെ നമ്മളൊരു ഗ്രൂപ്പായിട്ട് വെക്കുന്നത്. ആ ഗ്രൂപ്പിനെയാണ് നമ്മൾ ഒരു സെക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം സെക്ടർ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താണ്? കാരണം നമ്മുടെ പോർട്ട്ഫോളിയോയിൽ ഒരു സ്റ്റോക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ സ്റ്റോക്ക് ഏത് സെക്ടറിലുള്ള നമ്മൾ അറിഞ്ഞിരിക്കണം. കാരണം ആ സെക്ടറുമായിട്ട് സ്പെസിഫിക് ആയിട്ട് എന്തെങ്കിലും ഒരു പോസിറ്റീവ് ന്യൂസോ അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ന്യൂസോ വന്നു കഴിഞ്ഞാൽ അതനുസരിച്ച് നമുക്ക് റിയാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ സെക്ടർ ഏതാണെന്ന് അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോർട്ട്ഫോളിയോ സെറ്റ് ചെയ്യുന്ന സമയത്ത് ഏതൊക്കെ സെക്ടറിൽ നിന്നും നമ്മൾ സ്റ്റോക്കിനെ ചൂസ് ചെയ്യണം എന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ, തീരുമാനം എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര സെക്ടേഴ്സ് ആണുള്ളത്, ആ സെക്ടേഴ്സിൽ ഏതൊക്കെ കമ്പനികളാണ് ഉള്ളതെന്നെല്ലാം നമ്മൾ നേരത്തെ തന്നെ അറിഞ്ഞിരിക്കണം. അടുത്ത ഒന്നാണ് 52 വീക്ക് ഹൈ അല്ലെങ്കിൽ 52 വീക്ക് ലോ എന്ന് പറയുന്നത്. ഇത് സാധാരണ നമ്മൾ ഫണ്ടമെന്റൽ അനാലിസിസ് നടത്തുമ്പോൾ എല്ലാവരും നോക്കുന്ന ഒരു കാര്യമാണ്. ഇതെന്താണ് 52 വീക്ക് ഹൈ എന്ന് പറയുന്നത്? ഇത് വളരെ സിമ്പിൾ ആണ്. അതായത് കഴിഞ്ഞ ഒരു വർഷത്തെ ഡേറ്റ വെച്ച് നോക്കിയിട്ട് ഈ സ്റ്റോക്കിന്റെ ഏറ്റവും ഹൈ എത്രയാണ് അല്ലെങ്കിൽ അതിന്റെ ലോ എത്രയാണ്, ഇതിനെ നോക്കുന്ന ഒരു രീതിയാണ് നമ്മൾ 52 വീക്ക് ഹൈ അല്ലെ ലോ എന്ന് പറയുന്നത്. 52 വീക്കിൽ നിന്നും ഒരുപാട് താഴെ നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അത് ബൈ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അതുപോലെ തന്നെ 52 വീക്കിൽ നിന്ന് ഒരുപാട് ഹൈയിലാണ് നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ സെല്ല് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഉദാഹരണത്തിന് ഒരു സ്റ്റോക്കിന്റെ വില 900 രൂപ വരെ വന്നിട്ടുണ്ട്. ആ സ്റ്റോക്ക് കഴിഞ്ഞ 52 വീക്കിനകത്ത് വെച്ച് 500 രൂപ വരെ താഴ്ന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം 500 എന്ന് പറയുന്നത് അതിന്റെ 52 വീക്ക് ലോ ആണ്. 900 എന്ന് പറയുന്നത് 52 വീക്ക് ഹൈ ആണ്. പല നിക്ഷേപകരും ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് 52 വീക്ക് ഹൈയും ലോയും നോക്കിയിട്ടാണ് അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അടുത്ത 10ാമത്തെ ടേം ആണ് മാർക്കറ്റ് ഓർഡറും അതുപോലെ തന്നെ ലിമിറ്റ് ഓർഡറും. കാരണം നമ്മുടെ ബ്രോക്കറിന്റെ ആപ്പിനകത്ത് നമ്മളൊരു ഓർഡർ പഞ്ച് ചെയ്യാൻ പോകുമ്പോൾ അവിടെ മാർക്കറ്റ് ഓർഡർ എന്ന് കാണിക്കും, അതുപോലെ തന്നെ ലിമിറ്റ് ഓർഡർ എന്ന് കാണിക്കും. അതായത് ഇവിടെ മാർക്കറ്റ് ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സമയത്ത് ആ സ്റ്റോക്ക് ഏത് പ്രൈസിലാണോ ട്രേഡിങ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ പ്രൈസിൽ തന്നെ നമ്മൾ ഓർഡർ എക്സിക്യൂട്ട് ചെയ്യുന്നതിനെയാണ് മാർക്കറ്റ് ഓർഡർ എന്ന് പറയുന്നത്. കാരണം മാർക്കറ്റ് ഓർഡർ വാങ്ങിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് ഏത് ഒരു പ്രൈസിൽ വാങ്ങിക്കണമെന്നൊരു പ്ലാൻ ഇല്ല. ഏത് പ്രൈസിൽ കിട്ടിയാലും നമുക്ക് കുഴപ്പമില്ല. ആ സിറ്റുവേഷനിലാണ് നമ്മൾ മാർക്കറ്റ് ഓർഡറിൽ പഞ്ച് ചെയ്യുന്നത്. അതുപോലെ തന്നെ ലിമിറ്റ് ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദാഹരണത്തിന് ഒരു സ്റ്റോക്കിന്റെ വില ഇപ്പൊ 100 രൂപയിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ 100 രൂപ വാങ്ങിക്കാൻ എനിക്ക് പ്ലാൻ ഇല്ല, ഞാൻ ആഗ്രഹിക്കുവാണ് അത് 95-ൽ വന്നായിരുന്നെങ്കിൽ അത് വാങ്ങിക്കാവും. അങ്ങനെയാണ് എന്റെ പ്ലാൻ എന്നുണ്ടെങ്കിൽ, സ്ട്രാറ്റജി എന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, 95-ൽ വെച്ച് ഞാൻ ഓർഡർ പഞ്ച് ചെയ്യും. എനിക്ക് ഇതിന്റെ പ്രൈസ് ഇടിഞ്ഞ് താഴോട്ട് 100-ൽ നിന്ന് 95-ൽ വന്നു കഴിഞ്ഞാൽ ഞാൻ ഇത് വാങ്ങിക്കും. അങ്ങനെ പഞ്ച് ചെയ്യുന്ന ഓർഡറിനെയാണ് നമ്മൾ ലിമിറ്റ് ഓർഡർ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ലിമിറ്റ് ഓർഡർ എന്ന് പറയുന്നത് അത് ആ ദിവസം മൊത്തം അത് ആക്റ്റീവായിട്ട് നിൽക്കും. നമ്മുടെ ട്രേഡിംഗ് സെഷൻ ഓഫ് ആയി കഴിഞ്ഞാൽ ആ ഓർഡർ ഓട്ടോമാറ്റിക്കായിട്ട് ക്യാൻസൽ ആയി പോകും. അപ്പോൾ ഈ വീഡിയോയിലൂടെ നമ്മൾ ഇന്ന് പഠിച്ച ടേംസ് ഏതൊക്കെയാണെന്ന് നോക്കാം. അതിൽ പോർട്ട്ഫോളിയോ, ബുൾ മാർക്കറ്റ്, ബിയർ മാർക്കറ്റ്, വൊളാറ്റിലിറ്റി, മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ, ലാർജ് ക്യാപ്പ്, മിഡ് ക്യാപ്പ് ആൻഡ് സ്മോൾ ക്യാപ്പ്, ബ്ലൂ ചിപ്പ് സ്റ്റോക്സ്,
സെക്ടേഴ്സ്, 52 വീക്ക് ഹൈ ആൻഡ് 52 വീക്ക് ലോ, മാർക്കറ്റ് ഓർഡേഴ്സ് ആൻഡ് ലിമിറ്റ് ഓർഡേഴ്സ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.